السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ആശിക്യങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ക് മദീന കുടുംബത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഒരു ക്വിസ് പ്രോഗ്രാം നടത്തണമെന്നും അതിലൂടെ ശരിയുത്തരം അറിയിക്കുന്നതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് എല്ലാ ആഴ്ചകളിലും ഓരോ ആഴ്ചയ്ക്കിന് സ്നേഹ സമ്മാനങ്ങൾ നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലത്തെ നമ്മൾ 1000 സ്വലാത്ത് മജ്ലിസിലാണ് ഇതിന് ചോദ്യം ഇടാൻ ഉദ്ദേശിച്ചത് ആദ്യം. പക്ഷെ നമ്മൾ സാധാരണ ഇടുന്ന കമൻറ്റുകൾ ദുആവസിയത്തുകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കൂടി മിക്സ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ അന്ന് വിചാരിച്ച പോലെ നമുക്ക് അത് കറക്റ്റ് സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ നാമം ഉപയോഗിച്ച് നിർവഹിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇതിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കാനും മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ ലഭിക്കാനും കൊടുക്കാനും ഒക്കെ ഇതിലൂടെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദിയ എന്ന കാര്യം അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഹദിയ നൽകുക, അവരെ സഹായിക്കുക, അവർക്ക് സമ്മാനങ്ങൾ നൽകുക അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദിവസം പോലും മറ്റൊരാൾക്ക് ഹദിയ കൊടുക്കാതെ കഴിഞ്ഞു പോയിട്ടില്ല. ഒരു കാരക്കയുടെ കീറെങ്കിലും മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ കൊടുക്കാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പം ഹദിയ എന്ന് പറയുന്നത് മറ്റൊരാളെ സഹായിക്കുന്ന, ശാരീരികമായി നമുക്ക് സഹായിക്കാം. അതുപോലെ എന്തെങ്കിലും മരിച്ചുപോയവർക്ക് നമുക്ക് ഹദിയ ചെയ്യാം. അതൊക്കെ ഹദിയയിൽ പെടുന്നതാണ്. അപ്പോൾ മറ്റൊരാളെ നമ്മൾ സന്തോഷിപ്പിക്കുക, മറ്റൊരാൾക്ക് നമ്മളിൽ നിന്ന് ഒരു ഉപകാരം ലഭിക്കുക, അതൊക്കെ ഹദിയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, ഇഷ്ക് മദീന കുടുംബത്തിലൂടെ പലരും ഹദിയ നൽകാറുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇരു ലോകത്തും വിജയിച്ചവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഹദിയ കൊണ്ട് ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു വെച്ചടി പുരോഗതി നൽകും, വലിയ റഹ്മത്ത് അള്ളാഹു നൽകും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ അള്ളാഹു നൽകും. നമ്മൾ ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരികയില്ല. അതാണ് ഹദിയ കൊണ്ടുള്ള നേട്ടങ്ങൾ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് പലരും ഇഷ്ക് മദീന കുടുംബത്തിലൂടെ ഹദിയ നൽകാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ഇഷ്ക് മദീന കുടുംബത്തിലേക്ക് നൽകുന്നത് ഒരു വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. അതും സ്വലാത്തിൻ്റെ കാര്യത്തിലൂടെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിലൂടെ ലഭിക്കുന്ന അറിവിലൂടെ ഒക്കെ നമ്മൾ ഹദിയ നൽകുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെറിയൊരു വിഷയം അവതരിപ്പിച്ചിട്ട് അതിലുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം അതിൽ നിന്ന് തന്നെ കണ്ടെത്തി നിങ്ങളത് ശരിയുത്തരം ഇതിൻ്റെ കമൻറ്റിൽ അറിയിക്കുക. അതിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അടുത്ത തിങ്കളാഴ്ച നമ്മൾ അവർക്ക് ഒരു സമ്മാനവും നൽകും. പിന്നെ അതിലൊരു ചോദ്യം വെക്കും. അങ്ങനെ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം കളയുന്നില്ല. ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ആ ചരിത്രത്തിലേക്കും ആ ചോദ്യത്തിലേക്കും കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ റബീഉൽ അവ്വലിൽ പറഞ്ഞു നിർത്തിയ ഒരു വിഷയമുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അബൂ ത്വാലിബിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കാരണം 6 മക്കളാണ് അബൂ ത്വാലിബിനുള്ളത്. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ നോക്കി വളർത്തുക എന്നത് അബൂ ത്വാലിബിനെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അബൂ ത്വാലിബിനെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു അവസരം
സാധിച്ചാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഭാവികമായിട്ടും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട്. അതൊക്കെ ഭർത്താവ് എന്ന നിലയിൽ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണുള്ളത്. അപ്പോൾ അതിലൂടെ അബൂ ത്വാലിബിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും ആ സമയത്ത്. ഒന്നാമത്തെ വിഷയം അത്. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഖദീജ ബീവിയും 2 മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ വീടാണത്. അവിടെ അങ്ങോട്ട് താമസം മാറുന്നതിന് വിരോധമില്ല. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസം മാറി. അതിന്റെ കൂടെ തന്നെ അബൂ ത്വാലിബിന് എന്തെങ്കിലും തരത്തിലൊരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അവർ ഒരു തീരുമാനമെടുക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ ത്വാലിബിന്റെ ഒരു മകനായ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുയെയും സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അപ്പോൾ ചെറിയ കുട്ടിയാണ്, 5 വയസ്സിന് താഴെയാണ് പ്രായം. അപ്പോൾ ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഖദീജ ബീവിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഖദീജ ബീവിയും ഖദീജ ബീവിയുടെ 2 മക്കള് ഹിന്ദും ഹാലയുമുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു കുട്ടിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. അവരാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പരാമർശിച്ച ഒരേ ഒരു സ്വഹാബി വര്യനാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അപ്പോൾ എങ്ങനെയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയത്, എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്നതാണ് നമ്മൾ ഇന്നും നോക്കുന്നത്. ശരിക്കും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ചെറിയ പ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് 8 വയസ്സോ 9 വയസ്സോ ആണ് പ്രായം. അപ്പോൾ എന്താണ് ശരിക്കുള്ള ചരിത്രം എന്താണ് നമ്മൾ മനസ്സിലാക്കുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ജനിച്ചത് യമനിലുള്ള ബനു കൽബ് ഗോത്രത്തിലെ മാതാവ് സുഅദയുടെയും പിതാവ് ഹാരിസയുടെയും മകനായിട്ടാണ്. ഇവർ 2 പേരും 2 ഗോത്രത്തിൽ പരസ്പരം യുദ്ധവേരികളായ 2 ഗോത്രക്കാരാണ്. അപ്പോൾ പരസ്പരം ശത്രുതയുള്ള 2 ഗോത്രത്തിലാണ് ഇവർ. വലിയ ഗോത്രങ്ങളാണ്, വലിയ കുടുംബക്കാരാണ്. അങ്ങനെ ജനിച്ച കുട്ടിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു ദിവസം കുട്ടിക്ക് 8 വയസ്സുള്ള സമയത്ത് കുട്ടിയുടെ 8ാമത്തെ സെയ്ദ് റളിയല്ലാഹുവിന്റെ 8ാമത്തെ വയസ്സിൽ സുഅദ ഉമ്മയുമൊത്ത് അകലെയുള്ള ഒരു ബന്ധു വീട്ടിലേക്ക് പോയതാണ്. ആ പോകുന്നതിനിടയിൽ കൊള്ളസംഘം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. സെയ്ദ് റളിയല്ലാഹുവിനെ തട്ടിക്കൊണ്ടുപോയി. വിഷമിച്ചിട്ടാണ് ഉമ്മ തിരിച്ചു വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഈ കൊള്ളക്കാര് ഈ കുട്ടിയെ ഉക്കാള അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ കൊണ്ട് വിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ സമയത്ത് ആ ചന്തയിൽ വന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രൻ ആ സമയത്ത് അവിടെ ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടിയെ വില കൊടുത്ത് വാങ്ങിക്കുകയും ആ കുട്ടിയെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായിട്ട് ഹദിയയായിട്ട് നൽകുകയും ചെയ്തു. വേറൊരു റിപ്പോർട്ടിൽ ഖദീജ ബിബി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പണം കൊടുത്തതായിട്ടും അറിയുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഈ കുട്ടി വരുന്നത്. ഈ കുട്ടി അടിമയല്ല, കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി അടിമയാക്കിയ വലിയ ഗോത്രത്തിൽ പിറന്ന കുട്ടിയാണ് ഈ കുട്ടി. അങ്ങനെയാണ് കുട്ടി അവിടെ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം സെയ്ദ് റളിയല്ലാഹു അൻഹയെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയായിട്ട് സമ്മാനമായിട്ട് നൽകുകയാണ് ഉണ്ടായത്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയെ സ്വതന്ത്രനാക്കി വിട്ടു. പക്ഷേ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവിടെ തന്നെ കഴിയുകയാണ് ഉണ്ടായത്. വിട്ടുപോകാൻ തയ്യാറായില്ല. അങ്ങനെ കാലങ്ങൾ അങ്ങ് നീണ്ടുപോയി. ഈ കുട്ടിയെ നഷ്ടപ്പെട്ട പിതാവും മാതാവും ഇവർ വല്ലാത്ത വിഷമത്തിലാണ്. കാരണം കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയുകയില്ല. അത്ര വിഷമത്തിലാണ് അവർ കഴിയുന്നത്. അങ്ങനെ ഒരു ദിവസം യമനിൽ നിന്ന് ഇവരെ കുടുംബക്കാർ, ഈ കുട്ടിയുടെ കുടുംബക്കാർ ഉംറയ്ക്ക് വേണ്ടി വരികയാണ്. അങ്ങനെ ഉംറ ചെയ്ത് തവാഫ് ചെയ്യുന്നതിനിടയിൽ ഈ കുട്ടിയെ ഇവർ കാണുകയാണ്.
കുട്ടിയെ കണ്ടപ്പോൾ ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി. അവരെ കുടുംബക്കാരാണല്ലോ. അങ്ങനെ ഈ കുട്ടിയെക്കുറിച്ച്, കുട്ടി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയുടെ സംരക്ഷണത്തിലാണ് ഈ കുട്ടി ഇവിടെ വളരുന്നത്. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അങ്ങനെ ഈ സംഘം നാട്ടിലെത്തി ഇവരുടെ സെയ്ദ് റളിയല്ലാഹുവിന്റെ ഉപ്പയോടും കുടുംബക്കാരോടൊക്കെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാണ്ട് സന്തോഷമായി. അവരെന്ത് ചെയ്തു? അവർ മോചനദ്രവ്യം, ഒരുപാട് പണമൊക്കെ ആയിട്ട് ഇവരും കുട്ടിയുടെ ഉപ്പയുടെ അഞ്ചനും കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിലെത്തി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഷരീഫിന്റെ അടുത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടി കണ്ടിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ ഒരുപാട് കാരുണ്യത്തിന്റെ ഉടമയാണ്, ഇവിടെ വരുന്ന ആളുകൾക്ക്, മക്കയിൽ വരുന്ന ആളുകൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്, വലിയൊരു മനസ്സിന്റെ ഉടമയാണെന്നൊക്കെ പുകഴ്ത്തി പറഞ്ഞു അവര്. കാരണം അവരെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല മൊത്തത്തിൽ ഖുറൈശികളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങളുടെ ആവശ്യം പറയൂ. ഉടൻ തന്നെ ഹാരിസ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന എൻ്റെ കുട്ടിയെ കുറിച്ചിട്ട്, ആ കുട്ടിയെ തിരിച്ചു വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. അതിന് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, നിങ്ങൾ കുട്ടിയെ എനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉടൻ തന്നെ ഹാരിസ പറഞ്ഞു, ഞാൻ സെയ്ദിന്റെ കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധിപ്പിച്ചു. ആ കൊണ്ടുപോയ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധിപ്പിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം സെയ്ദ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ എനിക്കതിൽ ഒരു എതിർപ്പുമില്ല, നിങ്ങൾ ഒരു പണവും തരേണ്ട ആവശ്യമില്ല. ഏതായാലും ഞാൻ സെയ്ദിനെ വിളിക്കാമെന്ന് പറഞ്ഞു. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനെ വിളിച്ചു. അപ്പോൾ സെയ്ദിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉപ്പാക്ക് ഒരുപാട് സന്തോഷമായി. കാരണം സെയ്ദ് എന്തായാലും എൻ്റെ കൂടെ തന്നെ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. സെയ്ദിനെ വിളിപ്പിച്ചു. സെയ്ദിനോട് ചോദിച്ചു, സെയ്ദ്, ഇവർ രണ്ടുപേരും നിന്നെ അന്വേഷിച്ച് വന്നവരാണ്, നിനക്കിവരെ അറിയുമോ? സെയ്ദ് പറഞ്ഞു, എനിക്കറിയാം, ഇതെൻ്റെ ഉപ്പയാണ്, മറ്റതെൻ്റെ എളാപ്പയാണ് കഅബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവർ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരാണ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവരുടെ കൂടെ പോകാം, അതല്ല നിനക്ക് എൻ്റെ കൂടെ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ നിനക്കിവിടെ നിൽക്കുകയും ചെയ്യാം. സെയ്ദ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഉപ്പ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉപ്പ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്നിട്ട് ചോദിച്ചു, മകനെ, നീ സ്വതന്ത്രത്തെ വിട്ട് അടിമത്തത്തെയാണ് ആഗ്രഹിക്കുന്നത്? നീ സ്വതന്ത്രയാണ്, നിനക്കൊരു കുടുംബമുണ്ട്, നിനക്കൊരു ഉമ്മയുണ്ട്, അതൊക്കെ നീ വിട്ടിട്ട് നീ അടിമയായിട്ട് ഇവിടെ കഴിയാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അന്ന് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചിട്ടില്ല, പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഒരു കുട്ടി മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു മറുപടിയാണ് മുത്തഹബീബ് സെയ്ദ് റളിയല്ലാഹു അൻഹു കൊടുത്തത്. എന്താണ് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി റഅയ്തു മിൻ ഹാദാ റജുലുൻ ഷൈഅ, ഈ ഇരിക്കുന്ന മനുഷ്യനിൽ മറ്റൊരാളിനുമില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഞാൻ കാണുന്നു, ഒരാളിനുമില്ലാത്ത ഗുണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല. ഇനി ഇദ്ദേഹം എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അല്ലാതെ എൻ്റെ സ്വയം ഇഷ്ടത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ ഉപ്പ ഞെട്ടിപ്പോയി. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഉപ്പയുടെ വിഷമം കണ്ടപ്പോൾ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമം മനസ്സിലായി. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് കഅബ ഷരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് ഖുറൈശികളോടായി പറയുകയാണ്, ഖുറൈശികളെ, ഇന്നു മുതൽ ഈ സെയ്ദ് ബിൻ മുഹമ്മദാണ്, എൻ്റെ സ്വത്തിൽ സെയ്ദിന് അവകാശം, ഇന്നു മുതൽ സെയ്ദിന് അവകാശമുള്ള, ഇത് എൻ്റെ സ്വന്തം കുട്ടിയാണ്,
എൻ്റെ മകനാണ്, എൻ്റെ എല്ലാ സ്വത്തിലും ഇവനക്ക് അവകാശമുണ്ടായിരിക്കുമെന്ന് ഉറക്കെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്. അത് കേട്ടപ്പോൾ ഉപ്പക്ക് സന്തോഷമായി. കാരണം ഒന്നുമല്ലാതെയല്ല, ഖുറൈശി തറവാട്ടിലെ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയുടെ സംരക്ഷണത്തിൽ അവരുടെ സ്വത്തിന് അവകാശിയായിട്ടാണ് എൻ്റെ മകൻ ഇവിടെ വളരുന്നത് എന്ന ഒരു സന്തോഷത്തോടുകൂടെ അവർ നാട്ടിലേക്ക്, യമനിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പിഞ്ചു പൈതൽ, 9 വയസ്സുള്ള ആ കുട്ടി എത്രത്തോളം സ്വാധീനിച്ചിരുന്നുവെന്ന്, നുബുവത്തിന് മുമ്പ് തന്നെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ചരിത്രത്തിൽ അത്രത്തോളം ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു മാന്ത്രിക വലയം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവശുദ്ധിയിൽ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ ചരിത്രം. ഇതിൽ നിന്ന് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ തന്നെ ഉത്തരവുമുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹുയുടെ ഗോത്രം ഏതാണ്? അതാണ് ചോദ്യം. ഇത് നിങ്ങൾ ശരിയുത്തരം ഇതിൽ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്ത്, ആ ശരിയുത്തരത്തിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അടുത്ത തിങ്കളാഴ്ച അറിയിക്കുകയും അവർക്ക് സമ്മാനം നൽകുകയും ചെയ്യും. അടുത്ത തിങ്കളാഴ്ച മറ്റൊരു ചോദ്യവുമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരും. അതുവരെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.